ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി നാളെ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 23-ന് സഭ വീണ്ടും ചേരും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയം ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. Fourth day of the discussion on the motion of thanks to the Honourable President's address to a joint session of the Parliament. We all are expecting that all the honourable members will follow the traditions and the rules. This house belongs to all the honourable members. All the members are waiting to listen the speech of Honourable Prime Minister today. ലോക്സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയെ കേന്ദ്രമന്ത്രി JP നദ്ദ എതിർത്തു. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാർലമെന്റിൽ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒഡീഷ സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിംലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കും. മേഖലയിലെ ആദിവാസി സ്ത്രീകളുമായി ശ്രീമതി മുർമു ആശയവിനിമയം നടത്തും. ജന്മനാടായ പഹാഡ്പൂർ സന്ദർശിക്കുന്ന രാഷ്ട്രപതി SLS മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥികളുമായും സംവദിക്കും. ഒഡീഷ സർക്കാർ സംഘടിപ്പിക്കുന്ന ബ്ലാക്ക് സ്വാൻ സമ്മിറ്റ് ഇന്ത്യയിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇടനിലക്കാരെ ഒഴിവാക്കി ഡ്രൈവർമാർക്ക് ലാഭം ലഭ്യമാക്കാനും അവരുടെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും സംവിധാനം മുൻഗണന നൽകുന്നതായി സഹകരണ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ജമ്മുകാശ്മീരിലെത്തും. കേന്ദ്രഭരണ പ്രദേശത്തെ സുരക്ഷ, ക്രമസമാധാനം, വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തുന്നതിനാണ് സന്ദർശനം. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഔദ്യോഗിക സന്ദർശനത്തിനായി ചെന്നൈയിലെത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി സീഷെൽസ് പ്രസിഡന്റ് ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. പ്രാദേശിക, അന്തർദേശീയ, ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി നാളെ. പരിപാടി കാണാൻ പൌരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേസിൽ തൊണ്ടിമുതൽ ഉൾപ്പെടെ ഒരു തെളിവും SITക്ക് ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ കേസിൽ SIT അന്വേഷണം കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകാത്തത് ഖേദകരമാണെന്ന് സ്പീക്കർ പറഞ്ഞു. പ്രതിപക്ഷം സഹകരിക്കാത്തതിനാൽ ചോദ്യോത്തരവേള റദ്ദാക്കിയ സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന്റെയും സബ്മിഷന്റെയും ഉത്തരങ്ങൾ മേശപ്പുറത്ത് വച്ചു. പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ മാസം 23-ന് സഭ വീണ്ടും സമ്മേളിക്കും. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് നൽകിയിട്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് സമാനമായ മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടം 300 അനുസരിച്ച് സംസ്ഥാനത്തെ എയ്ഡഡ് കോളേജുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസിത ഭാരതത്തിനായി അടുത്ത 25 വർഷങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ M. മുരളി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20 വർഷം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു. M. മുരളിയുടെ ഭൌതിക ശരീരം KPCC ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചു. മുൻ മുഖ്യമന്ത്രി AK ആന്റണി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസിലും ജാമ്യം ലഭിച്ചതോടെ പോറ്റി ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. തന്ത്രി പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ്. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ലോക പൈതൃക കലകൾ, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടോടി കലാരൂപങ്ങൾ, കേരളത്തിന്റെ തനത് നാടൻ കലകൾ എന്നിവയെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് 5 ദിവസത്തെ മേളയുടെ പ്രധാന ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്. അന്താരാഷ്ട്ര ഫോക്ലോർ ഫെസ്റ്റിവൽ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. PK കാളൻ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. കേരള ഫോക്ലോർ അക്കാദമി കിർത്താഡ്സുമായി സഹകരിച്ചാണ് മേള സംഘടിപ്പിക്കുന്നത്. ഈജിപ്ത്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, സ്പെയിൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കേരളത്തിൽ നിന്നുള്ള ഗോത്ര നാടൻ കലാകാരന്മാരും കരകൌശല വിദഗ്ധരും മേളയിൽ അണിനിരക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. വഡോദരയിൽ രാത്രി 7:30 ആരംഭിക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ സർവീസസ് റെയിൽവേസുമായി ഏറ്റുമുട്ടുന്നു. ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന രണ്ടാം സെമിയിൽ കേരളം പഞ്ചാബിനെ നേരിടും. അസമിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 19,021 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതിൽ 2,510 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 989 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരും 15,522 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം ഹിയറിംഗ് പൂർത്തിയാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലമായി കുട്ടനാട് മാറി. ഈ മാസം 12-നകം സംസ്ഥാനത്തുടനീളം ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരീക്ഷകരായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നും നാളെയുമായി ന്യൂഡൽഹിയിൽ നടക്കും. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ ഇന്ന് രാവിലെ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ജില്ലയുടെ തെക്കൻ ഭാഗത്ത് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രദേശത്ത് നിന്ന് ഒരു മാവോയിസ്റ്റിന്റെ മൃതദേഹവും AK-47 റൈഫിളും കണ്ടെടുത്തു. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ദുബായിൽ നടക്കുന്ന വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ സമാപന ദിവസമായി ഇന്ന് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ഭാവിയിൽ നിക്ഷേപം എന്ന വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സംസാരിക്കും. നിർമ്മിത ബുദ്ധി വെല്ലുവിളികളെ നേരിടുന്നതിൽ ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുന്നതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഈ മാസം 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഗുട്ടറസിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ AI നിർണായക വിഷയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ 12ാം നിയമസഭയുടെ 7ാമത് സമ്മേളനം ഇന്ന് നടക്കും. വൈകുന്നേരം 4 മണിക്ക് സമ്മേളനം ആരംഭിക്കുമെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി യുനാം സിംഗ് ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചാ പരിപാടി നാളെ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 23-ന് സഭ വീണ്ടും ചേരും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.